ശ്രീരാമന്റെ ഏറ്റവും വലിയ ശത്രുവായി പൊതുവെ കണക്കാക്കപ്പെടുന്നത് രാവണനാണ്. രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊരാളായ രാവണൻ ലങ്കാധിപനും അസുരനുമായിരുന്നു. രാമനും രാവണനും തമ്മിലുള്ള സംഘർഷം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. രാവണന്റെ വ്യക്തിത്വവും ശക്തിയും. പണ്ഡിതനും ശക്തനും. രാവണൻ ഒരു മഹാപണ്ഡിതനായിരുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും അദ്ദേഹം അറിഞ്ഞിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് അസാധാരണമായ ശക്തിയും ബലവും ഉണ്ടായിരുന്നു. അഹങ്കാരിയും അധർമ്മിയും. തന്റെ അറിവും ശക്തിയും കാരണം രാവണൻ അഹങ്കാരിയായിത്തീർന്നു. അധർമ്മത്തിൽ അഭിമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. സീതാപഹരണം. രാമന്റെ ഭാര്യയായ സീതയെ അപഹരിച്ചത് രാവണന്റെ ജീവിതത്തിലെ തീരുമാനകരമായ ഒരു സംഭവമായിരുന്നു. ഇത് രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം. ലങ്കാധീകരണം. രാവണൻ അപഹരിച്ച സീതയെ തിരിച്ചുപിടിക്കാൻ രാമൻ ലങ്കയിൽ ആക്രമണം നടത്തി. ഘോരയുദ്ധം. രാമനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധം രാമായണത്തിലെ കേന്ദ്ര സംഭവമാണ്. ഈ യുദ്ധത്തിൽ രാവണൻ കൊല്ലപ്പെട്ടു. ധർമ്മത്തിന്റെ ജയം. രാവണന്റെ മരണത്തോടെ ധർമ്മം ജയിച്ചുവെന്നും അധർമ്മം തകർന്നുവെന്നും രാമായണം പറയുന്നു. രാവണനെ ശത്രുവായി കാണുന്നത് എന്തുകൊണ്ട്? അധർമ്മം. രാവണന്റെ അധർമ്മികമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ശത്രുവായി കാണാൻ കാരണം. സീതാപഹരണം. സീതയെ അപഹരിച്ചത് രാവണന്റെ ഏറ്റവും വലിയ അധർമ്മമായി കണക്കാക്കപ്പെടുന്നു. ധർമ്മത്തിനെതിരായ പ്രവർത്തനങ്ങൾ. രാവണൻ ധർമ്മത്തിനെതിരായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റു വീക്ഷണകോണുകൾ. രാവണനെ ഒരു സങ്കീർണ കഥാപാത്രമായി. ചില ആധുനിക വ്യാഖ്യാനങ്ങളിൽ രാവണനെ ഒരു സങ്കീർണ കഥാപാത്രമായി കാണുന്നു. അദ്ദേഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരുമിച്ച് പരിശോധിക്കപ്പെടുന്നു. രാവണന്റെ പുനർവ്യാഖ്യാനം. രാവണനെ ഒരു പീഡകനായ നായകനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോണിൽ നിന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപസംഹാരം. രാമായണത്തിൽ രാവണൻ ഒരു സങ്കീർണവും നിരവധി വശങ്ങളുള്ളതുമായ കഥാപാത്രമാണ്. അദ്ദേഹം ഒരു വില്ലനായെങ്കിലും അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് നമുക്ക് പല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ധർമ്മത്തിന്റെ പ്രാധാന്യം. അഹങ്കാരത്തിന്റെ ദോഷങ്ങൾ. അധർമ്മത്തിന്റെ വിനയാദി എന്നിവ ഇതിൽ ചില ഉദാഹരണങ്ങളാണ്. കൂടുതൽ അറിയാൻ രാമായണം. രാവണൻ. ശ്രീരാമൻ. നിങ്ങൾക്ക് രാവണനെക്കുറിച്ച് മറ്റേതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.